കേവലം ഒരു കൺഗ്രാജുലേഷനിൽ ഒതുങ്ങുന്നതല്ല ന്യൂസ് കഫേയുടെ ഈ ചരിത്ര മുന്നേറ്റം. 4 ലക്ഷം പ്രേക്ഷകരിലേക്ക് ന്യൂസ് കഫേ വാർത്തകൾ എത്തുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ എത്രയോ വലിയ ത്യാഗനിർഭരമായ പോരാട്ടം അനുസ്യൂതം ഇന്നും തുടരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഭാരതീയവും ദേശീയവുമായ സത്യങ്ങളെ തുറന്നു പറയുക എന്ന് പറയുന്നത് ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. ആ കുറ്റം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വമേധയാ സ്വമനസ ജയിൽവാസം വരിച്ചുകൊണ്ടാണ് ന്യൂസ് കഫേ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും നിയമപരമായ നടപടികളും ഭരണപരമായ ശ്വാസം മുട്ടിക്കലും ഒക്കെ ഏതു നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ട് അതിർത്തിയിൽ നിൽക്കുന്ന യോദ്ധാവിനേക്കാൾ മാരകവും ഭീകരവുമായ ഒരു അന്തരീക്ഷത്തിലാണ് ഭാരത ദേശീയതയോട് കൂറുപുലർത്തുന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അക്കാര്യത്തിൽ ബൈജു നാളിതുവരെ സഹിച്ചു വന്ന ആക്രമണങ്ങളെയും എതിർപ്പുകളെയും നിയമ നടപടികളെയും ജയിൽവാസങ്ങളെയും അംഗീകാരമായി കണക്കാക്കുകയും അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാൻ നാം പ്രേക്ഷകരെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ പറയാൻ കാരണം, അത്രമാത്രം ഭാരത ദേശീയതയെ ആത്മാവിൽ ആവാഹിച്ച് വാക്കുകളിലൂടെ, വസ്തുതകളിലൂടെ, ചിത്രങ്ങളിലൂടെ, വീഡിയോകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഭാരതത്തെ ബോധ്യപ്പെടുത്തുകയാണ് ബൈജു ചെയ്യുന്നത്. ഈ അവസരത്തിൽ വാക്കുകൾ കൊണ്ട് എത്രമാത്രം അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും പ്രശംസിച്ചാലും അതൊന്നും ന്യൂസ് കഫേ ബൈജു ചെയ്യുന്ന ധീരസാഹസിക പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ആവുകയില്ല എന്നറിയാം. എങ്കിലും നാളിതുവരെയുള്ള ഭാരതത്തിൻ്റെ ധീരോദാത്തമായ പോരാട്ടങ്ങൾ സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന പോരാട്ടങ്ങളാണ്. 5 നൂറ്റാണ്ടുകാലം വേണ്ടി വന്നു രാംലാലയ്ക്ക് സ്വന്തം ജന്മസ്ഥാനം തിരിച്ചു പിടിക്കാൻ. ഭാരത ചരിത്രത്തിൽ എന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പിടിച്ചടക്കിയ മറ്റൊരു മതത്തിൻ്റെ ഒരു ദേവാലയവും വിട്ടുകൊടുത്തതായ ചരിത്രം ഇല്ല. ലോക ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ ലോക ചരിത്രത്തിലും ആദ്യമായിട്ടാണ് അങ്ങനെ പിടിച്ചടക്കപ്പെട്ട ഒരു ദേവാലയം നിയമവിധേയമായി നിരുപാധികം തിരിച്ചു നൽകേണ്ടി വന്നതും അവിടെ രാമക്ഷേത്രം ഉയർന്നതും രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടതും. ധന്യമായിട്ടുള്ള ഈ സമയത്താണ് ന്യൂസ് കഫേയും ബൈജുവും 4 ലക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്നുള്ളതും വളരെയേറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഏതായാലും പോരാട്ടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഭാരതത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഈ ദൗത്യം തുടരാൻ ന്യൂസ് കഫേക്കും ബൈജുവിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കേവലം ആശംസയും പ്രാർത്ഥനയും പിന്തുണയും വാക്കുകളിലൂടെ അറിയിക്കുന്നതിലുപരി ബൈജുവിൻ്റെ പാതയിൽ ന്യൂസ് കഫേയുടെ വീഥിയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും, ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എല്ലാ വിജയങ്ങളും വീണ്ടും ആശംസിക്കുന്നു.